ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എക്സ്പോ ഗെയിമറിൻ്റെ മറ്റൊരു കിടക്കാഴ്ചയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മളിന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് മൈൻക്രാഫ്റ്റിലാണ്. നമ്മളിന്നുള്ളത് ലെറ്റ്സ് പ്ലേ എപ്പിസോഡിലാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക ഗൈസ്. ഓക്കെ, അപ്പം നമ്മളിന്ന് കുറച്ച് ഫാം ലാൻഡും നമുക്ക് പറ്റുമെങ്കിൽ ഒരു മൈനിങ് ഏരിയ കൂട്ടത്തൊരു സംഭവം കൂടെ ഉണ്ടാക്കിയെടുക്കാം ഗൈസ്. ഓക്കെ, എന്നിട്ട് എപ്പിസോഡ് 3 നമുക്ക് മൈനിങ്ങിനൊക്കെ പോകാം. ഇപ്പം നൈറ്റായി, അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻജോയ് ദി വീഡിയോ. ലെറ്റ്സ് ജംപ് ഇൻ ദി വീഡിയോ. ലെറ്റ്സ് ഗോ. സോ നൈറ്റ് ആയിട്ടുണ്ട്, നമുക്ക് നേരെ അങ്ങോട്ടങ്ങ് പോകാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് കിടന്ന് ഉറങ്ങി അങ്ങ് എണ്ണീക്കാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് പോകാം. എടാ, ഇവിടുത്തെ വില്ലേജർ എന്ത് ചെയ്യാം? കിടന്ന് ഞാൻ ഇതിനെയൊക്കെ നേരത്തെ അടച്ചു വെച്ചായിരുന്നു, നമുക്ക് ബ്രീഡർ ഉണ്ടാക്കാനേ. ഓക്കെ, എവിടെയെങ്കിലും പോയി കിടക്കണമില്ല, നമ്മുടെ അയങ്കോളാണ് അവിടെ നിൽപ്പുണ്ട്. എടാ, ഇതെന്താ ഇതിന് എഫക്റ്റ് അടിക്കുന്നത്? ഓ, വിച്ചിനെ കൊന്ന് കാണും, അതായിരിക്കും. ഓക്കെ, നമുക്ക് പെട്ടെന്ന് കിടന്നുറങ്ങാം. ഇവിടെ ആരും ഇല്ല, പെട്ടെന്ന് ഉറങ്ങാം. മോൺസ്റ്റേഴ്സ് നിയർ ബൈ. അയ്യോ, ക്രീപ്പറൊന്നും ആയിരിക്കല്ലേ. സോ അയ്യോ, സ്കെൽറ്റൺ അയ്യോ. ഓക്കെ, നമുക്ക് കിടന്നുറങ്ങാം ഗൈസ്. ഓക്കെ, അപ്പോൾ നൈറ്റ് ആവട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. വേണ്ട, കുറേ സോംബിയൊക്കെ വീണ് ചാവുന്നു. അയ്യോ, ഇവിടെ നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യണമല്ലോ. ഇവിടെ 2 വില്ലേജറിനെ സോംബി ആക്കിയിടാം അവന്മാർ. അയ്യോ, പണി വാള് ഗൈസ്. വേണ്ട, വരുന്നെല്ലാം കൂടെ പട കൊളുത്തി. അയ്യോ, നമുക്ക് ഈ വില്ലേജിൻ്റെ ഒരു സൈഡിലായിട്ടൊരു ഫാമും ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ആയിട്ടൊരു മൈനിങ് എൻട്രൻസും കൂടെ ഉണ്ടാക്കി വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോ തൊട്ട് നമുക്ക് മൈനിങ്ങിന് പോകാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു 7-8 എപ്പിസോഡാകുമ്പോൾ നമുക്ക് ബ്രീഡർ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ വില്ലേജർ ബ്രീഡർ എന്തായാലും വേണം, കാരണം നമുക്ക് അയൺ ഫാം ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ടാക്കി. ഇവൻ അവിടെ ഉണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ ആ ചെസ്റ്റിനകത്താണ് വെച്ചാൽ ആ ചെസ്റ്റിനകത്ത് വേണ്ടാത്ത എന്തെങ്കിലും സാധനം കൂടെ തിരിച്ചു കൊണ്ട് വെക്കാം ഗൈസ്. ഓക്കെ, ഇതിനകത്ത് എന്താ ഒബ്സീഡിയൻ, ഈ ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ, ഒരു ബോൺ ഇരിക്കട്ടെ, പട്ടി വല്ലതും വരുവാണെങ്കിലേ. ബെഡും കയറുന്നോട്ടെ. പിന്നെ ഒരു ആക്സ് ഉണ്ട്, ഫ്ലിൻറ്റ് കൂടെ ഇരുന്നോട്ടെ. ഇതും വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഒരു ഹോ ഉണ്ടാക്കിയെടുക്കാം. ഹോ ഇല്ലാതെ ഒരു പണി നടക്കത്തില്ല ഗൈസ്. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ത് ചെയ്യാം? ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതെവിടെ വെക്കും? ഇതിന് മണ്ടക്കിരിക്കട്ടെ. എന്നിട്ട് ഒരു ഹോ, പക്ഷേ വുഡൻ ഹോ ആണല്ലോ. എടാ, നമുക്ക് കോബിൾ സ്റ്റോൺ വേണം. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇവൻ്റെ വീട്ടിൽ നിന്ന് 2 കോബിൾ സ്റ്റോൺ അങ്ങ് എടുക്കാം. ഇതിൻ്റെ അടിയിൽ നിന്ന് മതി. 2 കോബിൾ സ്റ്റോൺ അങ്ങ് എടുത്തിട്ടുണ്ട്. മതി, ധാരാളം. പിന്നെ നമ്മൾ കോർഡിനേറ്റ്സൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞു കോർഡിനേറ്റ്സൊക്കെ ഹൈഡ് ചെയ്തിട്ട് കളിക്കണമെന്ന്. അപ്പോൾ ഇച്ചിരി ഇവിടെ നമുക്ക് ബെറ്ററായിട്ട്, അതായത് നിങ്ങൾക്ക് ആ ഒരു സ്ക്രീൻ ബെറ്ററായിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ്. ഫുഡ് അടിക്കട്ടെ. അതുകൊണ്ട് അവിടെ കുറേ മത്തങ്ങ നിൽപ്പുണ്ട്. നമ്മുടെ ഈ മത്തങ്ങ ഉണ്ടായിരുന്നല്ലോ അല്ലേ? നമുക്ക് അതുകൂടെ എടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ഫാം അങ്ങോട്ട് ഉണ്ടാക്കാം. ഈ ആരൊക്കെ ഇതിന് നമ്മുടെ സോഡ് എടുത്ത് കൈ പിടിക്കാം. തൽക്കാലത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്കെടുത്ത് കൈ വെച്ചേക്കാം, അതായത് ഫാമിന് ആവശ്യമുള്ള. പിന്നെ നമ്മൾ കുറച്ച് സീഡ് ഉണ്ടാക്കിയായിരുന്നു. പംകിൻ സീഡ്. അതേണ്ട, മറ്റേ ബെറി വരുന്നുണ്ട്. നമുക്ക് ബെറിയുടെ കുറച്ച് ഫാം കൂടെ അങ്ങ് ഉണ്ടാക്കി എടുത്തേക്കാം. ഓക്കെ, നമുക്ക് ആ സ്പ്രൂസ് ബയോമിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ എപ്പിസോഡ് 1 കാണാത്തവരെയൊക്കെ പോയി കാണുക ഗൈസ്. ഓക്കെ, നമ്മൾ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ്. ഓക്കെ, അപ്പോൾ പോയി കാണുക. ഇപ്പോൾ ഇത് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 2 ആണ് ഗൈസ്. ഓക്കെ, അയ്യോ, ഇപ്പോൾ തറയിലോട്ട് വീണാനെ. അതുകൊണ്ട് അവിടെ ഒരു റൂയിൻഡ് പോർട്ടൽ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് ഒബ്സിഡിയനൊക്കെ അതിനകത്തു നിന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ വലിയ സീനൊന്നും ഇല്ല. നമുക്ക് ചെറിയൊരു ഫാം ഉണ്ടാക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ബക്കറ്റ് ഉണ്ടാക്കാൻ അയണില്ല. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാം. നമ്മുടെ അതുകൊണ്ട് അവിടെ ഉണ്ടാക്കാം. നമ്മുടെ ആ റൂയിൻഡ് പോർട്ടലിൻ്റെ അടുത്തേ ഒരു ഫാം ഉണ്ടാക്കാം. അതാകുമ്പോൾ പിന്നെ സീനില്ല, വെള്ളവും ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ ഷുഗർ കെയിൻ ഉണ്ടായിരുന്നു, അത് എടുത്തുമില്ലല്ലേ. സീനില്ല. നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു പമ്പിൽ അങ്ങ് നട്ടേക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ എല്ലാം അങ്ങോട്ട് ഹോ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഉള്ളത് ഏതൊക്കെയാണ്? കുറച്ച് ക്യാരറ്റൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ.
ആ എന്താ ഫാർമർ വില്ലേജർമാർ എടുക്കാതിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ, സീനില്ല. ഇവിടെ ഉണ്ട് 2-3 ഇനി വരുമോ എന്നറിയത്തില്ല എടുക്കാനായിട്ട് കേസ്. ഓക്കെ, നമുക്ക് ഇനിയും ഉണ്ട്, നമുക്ക് ഇവിടെയും കുറച്ച് ഹോ ചെയ്തങ്ങ് കൊടുക്കാം. ഓക്കെ, കുറച്ച് സീഡ് കൂടെ കിട്ടി അതിൻ്റെ കൂടെ ആയിരിക്കട്ടെ, ആവശ്യം വരും ഇരിക്കട്ടെ. ഓക്കെ, പൊട്ടറ്റോ ഇരിപ്പുണ്ട്, അതുകൂടെ അങ്ങ് നടാം. നമ്മുടെ ചെറിയ ഫാം ലാൻഡാണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമുക്ക് നമ്മുടെ വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഫാം ലാൻഡൊക്കെ നമുക്ക് അടിപൊളി സെറ്റാക്കി എടുക്കാം കേസ്. നമുക്ക് ഇങ്ങനെ ടെറാ ഫാമിംഗ് കൂട്ട് ചെയ്യാം. അത് ഓക്കെ, ടെറാ ഫാം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ലെയറായിട്ട് ചെയ്യത്തില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതും ചെയ്യാം. ഇവിടെയും കൂടെ ലൈനിട്ട് കൊടുക്കാം. ഓക്കെ, ഈ 10 കൂടെ അങ്ങ് നടാം. പിന്നെ നമ്മുടെ ഉള്ളത് ബെറി നടണമെങ്കിൽ നമുക്ക് മറ്റേ ഇത് വേണം കേസ്. ഏതാ നമ്മുടെ അതാണ് വീറ്റ് ഉണ്ടായത്, അത് ഞാൻ കണ്ടില്ല. ബെറി നടണമെങ്കിൽ നമുക്ക് സ്ലാബ് വേണം, അല്ലെങ്കിൽ എന്താ അതിന് മുള്ളു കൊണ്ട് പണി കിട്ടും. അതുകൊണ്ട് നമുക്ക് ഈ വീറ്റ് കൂടി ഇവിടെ അങ്ങ് നട്ടാൻ കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് നട്ടു. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ ഒറിജിനൽ വെർഷനാണ് കളിക്കുന്നത്. അപ്പോൾ വാങ്ങാൻ ഇഷ്ടമുള്ളവർ വെറും 29 രൂപയുള്ളൂ ഗൈസ്. മൈൻക്രാഫ്റ്റ് പ്രൊമോഷനാണെന്ന് വിചാരിക്കൽ. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളി ഗെയിമാണ് ഗൈസ്. മൈൻക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബെസ്റ്റ് സർവൈവൽ ഗെയിമാണ്. അപ്പോൾ അടിപൊളി ഗെയിമാണ്, എല്ലാവരും കളിച്ച് നോക്കുക, കളിക്കാത്തവരൊക്കെ. ഓക്കെ, അപ്പോൾ മാക്സിമം മിക്കവരും ഇപ്പോൾ മൈൻക്രാഫ്റ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ കളിക്കാത്തവർ ബിഗിനേഴ്സൊക്കെ പോയി കളിക്കുക. ഓക്കെ, ഇതൊക്കെ അങ്ങോട്ട് കൊടുക്കാം. നമ്മുടെ ഇനി 9 കൂടെ ഉണ്ടല്ലേ. സീനില്ല, നമുക്ക് നട്ടം കൊടുക്കാം. എല്ലാം കളിക്കട്ടെ. നമുക്ക് ഫുഡിനൊരു ക്ഷാമവും വരയില്ല, അത്രേ ഉള്ളൂ. 1 2 3 4 5. ഓക്കെ, 1 2 3 4 5. ഓക്കെ, നമ്മളങ്ങനെ ഫാം ലാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 ടോർച്ച് കൂടെ ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. 1 2 3. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ ചെറിയൊരു ഫാം ലാൻഡ് അവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്കിനി ഒരു മൈനിങ് എൻട്രൻസ് ഉണ്ടാക്കണം. അതിന് മുമ്പേ ഞാൻ ആ ബെറി ഫാം കൂടെ ഒന്ന് സെറ്റാക്കട്ടെ. അതിന് കുറച്ച് സ്പ്രൂസ് ലോഗ് വേണം. സ്പ്രൂസ് ലോഗ് അല്ല, ഏതെങ്കിലും ലോഗ് വേണം. നമ്മുടെ ഓക്ക് ലോഗ് ഇരിപ്പുണ്ട്, നമ്മുടെ ഒരു സാപ്ലിങ് ഇരിപ്പുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതുകൂടെ എടുത്തിട്ട് നമുക്ക് ഈ സാപ്ലിങ് കൂടെ അങ്ങ് നട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ സാപ്ലിങ് ഇവിടെ നട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ കുറച്ച് സ്ലാബ് ഉണ്ടാക്കണം. അത് ഈ ബെറി ഫാമിനെ കുറച്ച് സ്ലാബിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ സ്ലാബ് കൂടെ അങ്ങ് എടുത്തേക്കാം. ഓക്കെ, എത്ര എണ്ണം ഉണ്ട്? നമ്മുടെ 24 എണ്ണം. ഓക്കെ, 24 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഈ ബെറിയും കൂടെ പോയി അങ്ങ് നട്ടേക്കാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങാം. 1 2 3 4 5 6 എണ്ണം ഒരു റോ ഇരുന്നോട്ടെ. അങ്ങനെ നമുക്ക് നടാം, അതാകുമ്പോൾ സീനില്ല. ഓക്കെ, ഇനി ഇവിടെ 1 2 3 4 5 6. 1 2 3 4 5 6. ഈ ഒരു സൈഡ് കൂടെ. ഓക്കെ, ഇതുകൂടെ അങ്ങ് വെട്ടി അങ്ങ് എടുത്തേക്കാം. ഓക്കെ, ഈ ഗ്രാസൊക്കെ അങ്ങ് വെട്ടട്ടെ. എന്നിട്ട് ഈ സൈഡിൽ നമുക്ക് നമ്മുടെ ബെറി ഫാം ഇവിടെ അങ്ങ് സെറ്റാക്കിയൊക്കെ അല്ലേ, അതുകൊണ്ട് വലിയ സീനില്ല. നമുക്ക് വീട് ഇവിടെ അടുത്തെവിടെയെങ്കിലും പണിയണം. അപ്പോൾ അതും വരുന്ന എപ്പിസോഡിൽ ഞാൻ ചെയ്യുന്നതാണ്. ഈ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇവിടെയും കൂടെ. അയ്യോ അത് പോയല്ലോ, സീനില്ല. നമ്മുടെ സ്ലാബ് കയ്യിരിപ്പുണ്ട്. നമുക്കിത് അതേണ്ട ഈ ഒരു ഹൈറ്റ് വളരും ബെറി. ഓക്കെ, അത്ര വളരത്തുള്ളൂ, അതിൽ കൂടുതൽ ബെറി ആവത്തില്ല. ഓക്കെ, അത് സെറ്റായി. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത് വലിപ്പം ചിലപ്പോൾ കറക്റ്റ് ആണോന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തേക്കാം. ഓക്കെ, 3 എണ്ണമില്ലേ? ആയി. എന്നിട്ട് ഇതിൻ്റെ പുറകിൽ നിന്ന് 1 2 പിന്നെ ഇതുകൂടെ. ഓക്കെ, കണ്ടോ ഡാമേജ് ആക്കുന്നുണ്ടോ? അതാ ബെറി. മുള്ളുണ്ട്. അയ്യോ. ഓക്കെ, ഇവിടെയും കൂടെ. ഓക്കെ, നമ്മുടെ ബെറി ഫാം അങ്ങനെ സെറ്റായിട്ടുണ്ട്. നമ്മൾ ആ സ്പ്രൂസ് സ്ഥലത്തു നിന്ന് വന്നുകൊണ്ട് നമുക്ക് ബെറിക്കൊരു ക്ഷാമം ഇല്ല. ഓക്കെ, ഇനി ബെറി തപ്പി ഇനി പോകണ്ട. ഓക്കെ, നമ്മുടെ ഇതൊക്കെ ചെറുതായിട്ട് വളർന്നിട്ടുണ്ട്. നമുക്കേ ഇനി പോയി നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ ഷുഗർ കീൻ 2-3 എണ്ണമല്ല, കുറച്ചൊരു 6-7 എണ്ണം അങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ, അതുകൂടെ അങ്ങ് നട്ട് കൊടുത്തേക്കാം. ഇത് നമുക്ക് ഈ ഒരു സൈഡിലോട്ട് നട്ടേക്കാം. അവിടെ നമ്മുടെ
നോർമൽ ഫാം ലാൻഡ്. ഓക്കെ, ഇത് ഇങ്ങനെ നട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ഷുഗർ കെയിൻ ഫാമും ഇവിടെ സെറ്റായിട്ടുണ്ട്. സോ ഇനി നമ്മൾ നമ്മുടെ മൈനിങ് എൻട്രൻസ് അല്ലേ. ഓക്കെ, അപ്പോൾ അതിനൊരു സ്ഥലവും കണ്ടുപിടിക്കണം. ഇതിരുന്നോട്ടെ, ഒരു അയൺ പിക്കാസ് അവിടെ ഇരുന്നോട്ടെ, അത് ആവശ്യമുണ്ട്. എന്നിട്ട് ഫുഡുണ്ട്, ഫുഡ് അവിടെ ബ്രെഡ് ഇരിപ്പുണ്ട്, പിന്നെ ലോഗ് ഇരിപ്പുണ്ട്. കുഴപ്പമില്ല, കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ അത്യാവശ്യം ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം ഇങ്ങനെ എടുത്തേക്കാം. ഓക്കെ, നൈറ്റായി, ഞാനൊന്ന് ഉറങ്ങി എണ്ണീക്കട്ടെ ഗൈസ്. ഓക്കെ, നമുക്ക് കിടന്നുറങ്ങാനാണെങ്കിൽ അങ്ങോന്ന് ഇവിടെ വരെ വരണമല്ലേ. നമുക്ക് നമ്മുടെ ബെഡ് ഇരിപ്പുണ്ട് കേട്ടോ. നമുക്കപ്പോൾ നമ്മുടെ ആ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിലായിട്ട് നമുക്ക് ബെഡ് ഇടാം. നമ്മൾ തൽക്കാലത്തേക്ക് അവൻ്റെ വീടാണ് നമ്മളുടെ വീടായിട്ട് എടുത്തേക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരു രണ്ട് നല്ല വീടൊക്കെ പണിയണം, നോക്കട്ടെ. ഓക്കെ, എടാ ഇവിടുത്തെ അയങ്കോളമൊക്കെ എന്ത് ചെയ്യും? അതിനെയൊക്കെ കൊന്നോ? എടാ ഈ സോംബിയൊക്കെ ഭയങ്കര ശല്യമാണല്ലോ. എടാ ഇവിടെ അയങ്കോളം ഉണ്ടായിരുന്നടാ, അത് ചത്തോ? അത് നമ്മുടെ വില്ലേജറൊക്കെ ഇതിനകത്ത് സേഫ് ആണല്ലോ അല്ലേ? അയ്യോ കാണുന്നില്ലടാ. ഉണ്ട്. അയ്യോ, അതിനകത്തുണ്ട്. സീനില്ല. അങ്ങനെ കുറച്ച് ബുക്ക് ഷെൽഫ്സൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട് കേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പേപ്പറും പിന്നെ കുറച്ച് ബുക്സിനൊന്നും വലിയ ഇത് വരത്തില്ല. ഓക്കെ, ഇനി നമുക്ക് മൈനിങ് എൻട്രൻസിന് പറ്റിയ ഒരു സ്ഥലവും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. പൂച്ചയാണോ അവിടെ നിന്ന്? പൂച്ച. എൻ്റെ മീനില്ല. നമ്മുടെ ചെസ്റ്റിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു, എന്നാലും സീനില്ല. നമുക്കൊരു പൂച്ചയെ പെറ്റാക്കി എടുത്താലോ ഗൈസ്, കാരണം ക്രീപ്പറൊന്നും നമ്മുടെ അടുത്തോട്ട് വരത്തില്ല. നമുക്കേ നമ്മുടെ മീനൂടെ ചെസ്റ്റിൽ നിന്ന് എടുത്തോണ്ട് വരട്ടെ. എടാ ആകപ്പാടെ ഒരു മീനേ ഉള്ളൂ, ഇതുകൊണ്ട് ഇത് ടേമാവോ? അയ്യോ, ഫീഡ് ചെയ്യാൻ അയ്യോ ടേമായില്ലടാ. അത് നമ്മുടെ ഒരു മീനേ ഉള്ളായിരുന്നു കേട്ടോ, അതുകൊണ്ടായിരിക്കും. സീനില്ല. നമുക്ക് ഫിഷിംഗ് റോഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് മീൻ പിടിച്ചിട്ട് ഇതിനൊക്കെ ടൈം ചെയ്യാം. ഒന്നാ വില്ലേജ് ആയതുകൊണ്ട് പിന്നെ പൂച്ചയ്ക്ക് വലിയ കുറവൊന്നുമില്ല. ഓക്കെ, വില്ലേജ് എപ്പോഴും പൂച്ചയാണ്. കാരണം ഇവിടെ ഒരു തേനീച്ചക്കൂടൊക്കെ ഇരിപ്പുണ്ട്. ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് വേണ്ട ഇവിടെ ആയിട്ട് അങ്ങ് ഉണ്ടാക്കി അങ്ങ് എടുത്തേക്കാം അല്ലേ, നമ്മുടെ ആ ഒരു മൈനിങ് എൻട്രൻസ്. അപ്പോൾ നമുക്കതിൻ്റെ പണി അങ്ങോട്ട് തുടങ്ങാം. പക്ഷേ നമ്മുടെ ഈ ഷവ്വൽ ഇരിപ്പുണ്ടായിരുന്നു, അതെന്ത് ചെയ്യാം? അത് വീട്ടിനകത്ത് കാണും. അപ്പോൾ ആ ഷവ്വലൂടെ എടുത്തിട്ട് നമുക്ക് പണി അങ്ങോട്ട് തുടങ്ങാം ഗൈസ്. അപ്പോൾ നമ്മുടെ അയൺ വെച്ചേ ഞാനൊരു ഷവ്വലും ഉണ്ടാക്കി, വേണ്ട ഒരു ഷീൽഡ് കൂടെ അങ്ങ് ഉണ്ടാക്കി അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഈ ഒരു റിസോഴ്സ് പാക്ക് ഇട്ടുണ്ട്. ഇതിൻ്റെ ഷീൽഡ് ഇരിക്കുന്ന നമ്മുടെ അയണൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട് കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ റിസോഴ്സ് പാക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മൈനിങ്ങിൻ്റെ പണി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ ആ മൈനിങ് ഏരിയ ഉണ്ടാക്കാനേ ഈ ഒരു മരം അങ്ങ് വെട്ടി അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മരം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ മൈനിങ്ങിൻ്റെ ഏരിയ അങ്ങോട്ട് കറക്റ്റ് ആവത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതും അങ്ങോട്ട് വെട്ടിയെടുത്തു. കുറച്ച് കോളിരിക്കുന്നു, അതെടുക്കാനായിട്ട് ഈ കോള് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ബെറ്റർ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ അതും ഓരോരോ എപ്പിസോഡായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കണം. ഓക്കെ, പറ്റുന്നിടത്തോളം നമുക്ക് നോക്കണം. അതായത് നമ്മുടെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡും പിന്നെ നമ്മുടെ ആ ബെറ്റർ മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡും ഒരുപോലെ കൊണ്ടുപോകാൻ കുറച്ച് റിസ്ക് ആണെന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ചെയ്യാം, നമുക്ക് കുഴപ്പമില്ലാതെ ചെയ്യാം, സീനൊന്നുമില്ല. ഓക്കെ, പോരാത്തതിന് നമ്മുടെ പരീക്ഷയൊക്കെ അങ്ങോട്ട് കഴിയാറായി. ഇനി 25-ാം തീയതി നമ്മുടെ പരീക്ഷയും തീരും. നമുക്കപ്പോൾ പിന്നെ അങ്ങോട്ട് ഫുള്ള് വീഡിയോ ആയിരിക്കും ഗൈസ്. ഓക്കെ, നല്ല 2 ദിവസം പിന്നെ വെക്കേഷനാണ്, അടിപൊളി. ഓക്കെ, നമുക്ക് അങ്ങനെ കുറേ കോള് കിട്ടി. എത്ര കോള് കിട്ടി മൊത്തത്തിൽ? 39 എണ്ണം. കാരണം നമ്മുടെ ഷീൽഡിൻ്റെ ആ ഒരു കളർ കണ്ടോ, നല്ല രസമുണ്ടല്ലേ, ഇച്ചിരി ഗ്ലോ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ആയിട്ടുണ്ടാക്കാം അല്ലേ, ഈ ഒരു സൈഡിലായിട്ട് ഉണ്ടാക്കാം. ഇതങ്ങോട്ട് എടുത്തിട്ട് 1 2 3 4 5 6 മതി 6 ബ്ലോക്കൊക്കെ ഹൈറ്റ് മതി, ഒരുപാട് വേണ്ട. ഓക്കെ, എന്നിട്ട് വേണ്ട ഇവിടെ ഇതിൻ്റെ നേരെ ഇവിടെ 2 3 4 5 6 അതും സെറ്റായി.
ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കാം. നമ്മൾ നേരെ സ്ട്രിപ്പ് മൈനിങ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അയ്യോ ഒരു ഹൈറ്റ് കൂടെ വരണമല്ലോ. ഓക്കെ, സ്ട്രിപ്പ് മൈനിങ് ചെയ്യാം ഗൈസ്. ഓക്കെ, അതാകുമ്പോൾ നമുക്കിങ്ങനെ അല്ല താഴോട്ട് ഇങ്ങനെ കുഴിച്ച് പോകാമല്ലോ. സ്ട്രിപ്പായിരുന്നു സ്റ്റെപ്പായിരുന്നു? സ്റ്റെപ്പ് മൈനിങ്. ഓക്കെ, അത് തന്നെ. ഓക്കെ, നമുക്ക് ഈ വെച്ചതൊന്നും തെറ്റിപ്പോയി. അപ്പോൾ അതും ഒന്ന് സെറ്റാക്കി എടുക്കാം. അവിടെ മൈനിങ്ങിൻ്റെ ആ ഒരു ഫീല് കിട്ടാൻ ഇതാണ് ഇങ്ങനെ 2 എണ്ണം കൂടെ അങ്ങോട്ട് കൊടുത്തേക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് ഈ സൈഡിലെ കല്ലൂടെ അങ്ങ് വെട്ടിയെടുക്കുക. ഉറങ്ങി എണ്ണീറ്റ് ഇനി നമുക്ക് ബാക്കി പണി അങ്ങോട്ട് തുടരാം. എന്നിട്ട് നമ്മളുടെ ഈ ഒരു പിക്കാക്സ് വെച്ചിട്ട് നമുക്ക് ഈ 2 സൈഡിലെ കല്ലും അങ്ങോട്ട് എടുത്തങ്ങ് മാറ്റിയേക്കാം. ഈ 2 സൈഡിലെ കല്ല് അങ്ങോട്ട് എടുത്ത് മാറ്റാം. ഓക്കെ, അതും എടുത്ത് മാറ്റി. ഇനി നമുക്ക് ഈ സൈഡിൽ നിന്നാണ് ഇങ്ങോട്ടൊരു ഇത് കൊടുക്കുക. ഓക്കെ, അത് സെറ്റായി. ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടോടൊരു ഇതും കൂടെ അങ്ങ് കൊടുത്തേക്കാം. അങ്ങനെ നമ്മുടെ മൈനിങ് എൻട്രൻസ് ഇവിടെ സെറ്റായി. പക്ഷേ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കണക്ട് ചെയ്യണം, ബ്ലോക്സ് കണക്ട് ചെയ്യണം. ഓക്കെ, മഴ പെയ്തു. മഴയുടെ ആ ഒരു ഇത് കണ്ടോ, നല്ല രസമുണ്ടായിരുന്നു. തുള്ളി ഇങ്ങനെ വീരുന്നോട്ട്. ഇല്ല, ഇത്രയും മതിയല്ലേ? നമുക്ക് എന്തായാലും ഒരു ഡീറ്റെയിലിന് വേണ്ട ഇവിടെയും കൂടെ ഒരെണ്ണം വെച്ച് കൊടുത്തേക്കാം. അതായത് ഇങ്ങനെ കണ്ടോ, ഇവിടെയും കൂടെ ഇരിക്കട്ടെ. നമ്മുടെ മൈനിങ്ങിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഇല്ലേ കിട്ടുന്നില്ലേ? ഓക്കെ, നമുക്ക് ഇനി ഈ സൈഡ് കവർ ചെയ്യണമെങ്കിൽ ഈ സൈഡ് കവർ ചെയ്യാം. നമുക്ക് ബ്ലോക്സ് നമുക്ക് ഇവിടെ അങ്ങ് വെച്ച് കൊടുക്കാം. ഓക്കെ, കവർ ചെയ്തെടുത്തേക്കാം സൈഡേ. ഓക്കെ, ഇവിടെ ആ മൈനിങ്ങിൻ്റെ ആ ഒരു സംഭവം സെറ്റായി. ഓക്കെ, നമുക്ക് ഇവിടെ അത്യാവശ്യം ഡീറ്റെയിൽ കൊടുക്കും. ഓക്കെ, ഇങ്ങനെ പ്ലേസ് ചെയ്യാം, അത്യാവശ്യം ഒരു ഡീറ്റെയിൽ. ഓക്കെ, നമുക്ക് എന്നിട്ട് ഇവിടുന്ന് നമുക്കൊരു ചെറിയ വഴി കൂട്ട് നമ്മുടെ ഈ പാത്ത് വേ അങ്ങോട്ട് സെറ്റാക്കാം. അയ്യോ, അവിടെ ബ്ലോക്ക് അതിന് പോയി. ഓക്കെ, പാത്ത് വേ കൂട്ട് ഇങ്ങനെ സെറ്റാക്കാം. ചുമ്മാ ഒരു മൈനിങ്ങിൻ്റെ ആ ഒരു സ്ഥലത്തോട്ട് പോകുന്ന ഒരു ഫീൽ. ഇതിൻ്റെ അമ്മച്ചി ഇപ്പോൾ എല്ലാം പൊട്ടിപ്പോയേനെ. ഇതിനെ ഞങ്ങൾ തല്ലിക്കൊല്ലാം. പൊട്ടലേ. അയ്യോ, പൊട്ടിയടാ, അവിടെ വൃത്തിയേടാക്കിയടാ ഈ നാശം പിടിച്ച സാധനം. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമായി ഈ ക്രീപ്പറിനെ. ഞാൻ ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കട്ടെ ഗൈസ്. ഓക്കെ, അങ്ങനെ അത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഞാൻ അവിടുന്ന് മാറിയില്ലെങ്കിൽ ഇപ്പോൾ ആ മൈനിങ്ങിൻ്റെ ഏരിയ മൊത്തം വൃത്തികേടായി കളഞ്ഞാൽ ആ ക്രീപ്പർ. ഓക്കെ, ഇങ്ങോട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുത്തേക്കാം ഈ ഒരു മൈനിങ് എൻട്രൻസ്. ഓക്കെ, ദെൻ ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ ഇതേപോലെ ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് 2 ലാൻറ്റേൺ തൂക്കിയിട്ടാൽ ഇച്ചിരിയുടെ നല്ല രസമായിരിക്കും. നമുക്ക് ആ ലാൻറ്റേൺ കൂടെ അങ്ങോട്ട് തൂക്കിയിടാം. ഓക്കെ, ഈ മഴ ആയതുകൊണ്ട് മോബ്സൊക്കെ ഇനി അങ്ങോട്ട് സ്പോൺ ആകുമല്ലോ. അയ്യോ, ഇവിടെ ഒരെണ്ണം കൊടുത്തേക്കാം, ഇവിടെയും ഒരെണ്ണം കൊടുത്തേക്കാം. എന്താണ്ട് ഈ ഒരു സൈഡിലായിട്ട് ഒരെണ്ണം കൊടുത്തേക്കാം അല്ലേ? അതോ നിൽക്കി നമുക്ക് ഒരെണ്ണം ഈ സൈഡിൽ കൊടുത്തേക്കാം അല്ലേ? ഓക്കെ, സെറ്റ്. ഓക്കെ, ഇനി നമുക്കേ കുറച്ച് ഡെക്കറേഷന് ഇവിടെയും കുറച്ച് കോബിൾ സ്റ്റോണൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുത്തേക്കാം. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ. അതായത് ഇവിടെയും കുറച്ച് ഡീറ്റെയിലായിട്ട് അവിടെയും ഇവിടെയും ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് സെറ്റാക്കി അങ്ങോട്ട് എടുക്കാം. ഓക്കെ ഗൈസ്, നമ്മളുടെ മൈനിങ് ഏരിയ നമ്മൾ നല്ല ഡീറ്റെയിലൊക്കെ കൊടുത്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, അത്യാവശ്യം നല്ല രസമായിട്ട് നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഇതുകൂടെ വെട്ടിക്കളഞ്ഞിട്ടേ നമുക്ക് താഴോട്ട് ഒരു ഡെക്കറേഷനും കൂടെ അങ്ങോട്ട്, അതായത് എൻട്രൻസ്, മൈനിങ് എൻട്രൻസ്. ഓക്കെ, അതും കൂടെ അങ്ങോട്ട് ചെയ്തേക്കാം. ഇറങ്ങാം ഇങ്ങനെ നമുക്ക്. എന്നിട്ട് ഒരു സ്ഥലത്തു നിന്ന് നമുക്ക് സ്റ്റെപ്പ് കൊടുത്താൽ മതി. അതായത് താഴോട്ട് ഇറങ്ങാനായിട്ട്, അതായത് ഇങ്ങനെ അതായത് ഈ ഒരു നടുക്കുന്ന് ഇങ്ങനെ താഴോട്ട് സ്റ്റെപ്പ് കൊടുത്താൽ മതി. അതാകുമ്പോൾ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് എന്നിട്ട് അയ്യോ പൊട്ടി ആ സീൻ നമ്മുടെ അയൺ പിക്കാക്സ് ഉണ്ട്, അതുകൂടെ എടുത്തിട്ട് ഓക്കെ നമ്മളുടെ ആ മൈനിങ്ങിൻ്റെ ആ ഒരു സ്ഥലം സെറ്റാക്കി. ഇനി നമ്മുടെ ടോർച്ച് എടുത്തിട്ടേ നമുക്ക് വേണ്ട ഇവിടെ പ്ലേസ് ചെയ്ത് ഇവിടെ ഒരെണ്ണം കൊടുത്തേക്കാം. ഇവിടെ ഒരെണ്ണം കൊടുത്തേക്കാം. ഓക്കെ ഇരുന്നോട്ടെ ഇത്തിരി വെളിച്ചത്തിനെ. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, അയ്യോ നമ്മുടെ അളിയൻ, അയ്യോ എൻ്റെ അമ്മച്ചിയേ, പോടാ ഞാൻ പറഞ്ഞില്ലേ മഴയായതുകൊണ്ട് അവന്മാരെല്ലാം കൂടെ ഇങ്ങോട്ട് വരും. അയ്യോ കൊല്ലല്ലേ. അയ്യോ എൻ്റെ പൊന്നളിയാ ഇവന്മാരെ സീന.
കൊലില്ല അതിനെ. അല്ല പിന്നെ നമ്മുടെയൊക്കെയാണ് കളി. ഓക്കെ, നമ്മളങ്ങനെ മൈനിങ് ഏരിയ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ബെഡ് പൊട്ടിച്ചിട്ടേ നമുക്ക് അകത്തെങ്ങാനും കൊണ്ടിടാം. നമുക്കല്ലെങ്കിൽ പിന്നെ സീന ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. നമുക്ക് ഉറങ്ങാൻ വേണ്ടി ഇനി അങ്ങ് ദൂരെ ഒന്നും പോകണ്ട, ഇവിടെ തന്നെ അങ്ങ് ഇടാം. ഇവിടെ ഇടാം. ഇവിടെ ഇട്ടിട്ട് റീസോഴ്സ് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ മൈനിങ് ഏരിയ അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു മൈനിങ് ഏരിയ ഉണ്ടാക്കി, നമ്മുടെ ഫുഡ് സോഴ്സിനുള്ള ചെറിയ ഫാം ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഗൈസ്. എല്ലാവർക്കും ബൈ. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് സഹകരിക്കാനൊന്നും മറക്കല്ല്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഗൈസ്. എല്ലാവർക്കും ഗുഡ് ബൈ.